ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം, അതായത് നമ്മുടെ LSS എക്സാമിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മലയാളമാണേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. 2024 LSS എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളീയ കലകൾ അഭ്യസിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി സ്ഥാപിതമായിട്ടുള്ള കൽപ്പിത സർവകലാശാല ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ? മക്കൾക്ക് അറിയത്തില്ലേ? കേരള കലാമണ്ഡലമാണ് ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. താളും തകരയും എന്ന പാഠം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? കൈയെഴുത്തും തലയിലെഴുത്തും എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. 3. സൂചനകളിൽ നിന്ന് തിരിച്ചറിയൂ. 2024 100ാം ചരമവാർഷികം ആധുനിക കവിത്രയത്തിൽ പെടുന്നു. കായിക്കരയിൽ ജനനം. പ്രരോദനം എന്ന കൃതി രചിച്ചു സാഹിത്യകാരൻ ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കുമാരനാശാൻ. ഉത്തരങ്ങൾ മക്കൾ നന്നായിട്ട് വായിച്ച് പഠിച്ച് വെച്ചേക്കുക. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. 4 ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്നും ആൻസർ കണ്ടെത്തി എഴുതാനായിരിക്കും ചോദിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് ഇല്ല. ഉത്തരങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, 4ാമത്തെ ചോദ്യം. അക്ഷരമാലാക്രമത്തിൽ എഴുതുക. വൈദേശികം, വിജ്ഞാനം, വൃഷ്ടി, വേനൽ. ഈ 4 വാക്കുകളെ എങ്ങനെ നമുക്ക് അക്ഷരമാലാക്രമത്തിൽ എഴുതാം? ആദ്യം ഏതാണ് വരുന്നത്? വിജ്ഞാനം, വൃഷ്ടി, വേനൽ, വൈദേശികം. അതാണ് കറക്റ്റ് ഓർഡർ. 5ാമത്തെ ചോദ്യം പിരിച്ചെഴുതാനാണേ. പിരിച്ചെഴുതുക. മടിയിലിരുത്തി. മടിയിലിരുത്തി എന്നുള്ള വേർഡ് നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? രണ്ടായിട്ട്. മടിയിൽ അധികം ഇരുത്തി. അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ പദങ്ങളും ശരിയായി എഴുതിയ കൂട്ടം ഏത്? ഓപ്ഷൻ എ വന്ദിക്കുക, അബ്ദം, അന്തരംഗം, മൃഷ്ടാന്നം. ബിയിൽ നോക്കിയേ, സിയിലും ഡിയിലും കൂടി നോക്കണേ എന്തൊക്കെ അക്ഷര തെറ്റുകളാണ് വന്നിട്ടുള്ളതെന്ന്. അങ്ങനെയെങ്കിൽ ശരിയായിട്ട് എഴുതിയിട്ടുള്ള ഒരേ ഒരു കൂട്ടം ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വന്ദിക്കുക, അബ്ദം, അന്തരംഗം, മൃഷ്ടാന്നം. ഓരോ വാക്കുകളും എങ്ങനെയാണ് എഴുതുന്നതെന്ന് കണ്ടോ? വന്ദിക്കുക എന്നാൽ അർത്ഥം എന്താണ് മക്കളെ? വണങ്ങുക അല്ലെങ്കിൽ നമസ്കരിക്കുക എന്നാണ്. അബ്ദം എന്താണെന്ന് അറിയോ? വർഷത്തിനാണ് അബ്ദം എന്ന് പറയുന്നത്. അന്തരംഗം എന്നാൽ ഹൃദയം അല്ലെങ്കിൽ മനസ്സാണേ. ഇനി മൃഷ്ടാനത്തിൻ്റെ അർത്ഥം എന്താണ്? വയറ് നിറയെ അല്ലെങ്കിൽ തൃപ്തിയാകും വിധം എന്നൊക്കെയുള്ള അർത്ഥം പ്രകടിപ്പിക്കാനാണ് മൃഷ്ടാന്നം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. മൃഷ്ട പ്ലസ് അന്നം, മൃഷ്ട അധികം അന്നമാണ് മൃഷ്ടാന്നം എന്ന് വരുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താണെന്നറിയോ? നമുക്ക് തെറ്റ് കണ്ടെത്തിയാൽ മാത്രമേ ശരി ഏതെന്ന് എഴുതാൻ പറ്റൂ, അല്ലേ? തെറ്റ് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ? കറക്റ്റായിട്ടുള്ള വേർഡ്, കറക്റ്റായിട്ടുള്ള വാക്ക് എങ്ങനെയാണ് എഴുതുന്നതെന്ന്, അക്ഷരത്തെറ്റില്ലാതെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. മക്കൾ അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഓരോ വേർഡ്സും എങ്ങനെയാണ് എഴുതുന്നതെന്ന് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പഠിച്ചു വെച്ചിരിക്കണം. ഇവിടെ ഓപ്ഷൻ എയിൽ ഏത് വേർഡാണ് തെറ്റിയിരിക്കുന്നത്? വന്ദിക്കുക ശരിയാണ്, അബ്ദവും ശരിയാണ്, അന്തരംഗം ശരിയാണ്. പക്ഷേ മൃഷ്ടാന്നം എന്നുള്ള വാക്ക് എഴുതിയിരിക്കുന്നത് കണ്ടോ? ഇക്ഷ ഉപയോഗിച്ചിട്ടുണ്ട്. കായും ഷായും ചേർന്ന് ഇക്ഷയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് തെറ്റാണ്. ഓപ്ഷൻ ബിയിൽ എന്താണ് മക്കളെ തെറ്റ്? ഏത് വാക്കാണ് തെറ്റ്? വന്ദിക്കുക ശരിയാണ്, അബ്ദം തെറ്റാണല്ലേ. ദായ്ക്ക് പകരം ധായാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അബ്ദം എന്നാണ് എഴുതിയിരിക്കുന്നത്, തെറ്റാണ്. അന്തരംഗം ശരിയാണ്, മൃഷ്ടാന്നവും ശരിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡിയിൽ വന്നിരിക്കുന്ന തെറ്റെന്താണ്? വന്ദിക്കുക ശരിയാണ്, അബ്ദം ശരിയാണ്, അന്തരംഗം ശരിയാണ്. പക്ഷേ മൃഷ്ടാനം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഠായാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഓപ്ഷൻ ഡിയിൽ വന്നിരിക്കുന്ന തെറ്റ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. കുറച്ച് ടഫായിട്ടുള്ള മലയാളം വേർഡ്സ് ആണ്. ഒന്ന് നന്നായിട്ട് നോക്കി വെച്ചേക്കുക. എഴുതി പഠിക്കുന്നത് നല്ലത് തന്നെ. ഓക്കെ, 7ാമത്തെ ചോദ്യം നോക്കാം. കതിരിൽ വളം വയ്ക്കുക എന്ന പ്രയോഗത്തിൻ്റെ ആശയവുമായി ബന്ധമില്ലാത്തത് ഏത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണേ മക്കളെ. ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കതിരിൽ വളം വയ്ക്കുക എന്ന പ്രയോഗത്തിൻ്റെ ആശയവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് താഴെ തന്നിട്ടുണ്ട്. അത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണേ. ഓപ്ഷൻ എ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് ചെയ്താൽ പ്രയോജനമില്ല. ബി നെൽക്കതിർ വരുമ്പോൾ വളം ചെയ്യുന്നതാണ് നല്ലത്. ഓപ്ഷൻ സി ആവശ്യം കഴിയുമ്പോൾ പ്രവർത്തിച്ചിട്ട് ഫലമില്ല. ഓപ്ഷൻ ഡി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്തും സ്ഥലത്തും ചെയ്തില്ലെങ്കിൽ ഫലമില്ല.
ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മക്കൾ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേഗം അങ്ങ് ടിക്കിട്ട് പോവരുത് ആൻസർ. 1-2 പ്രാവശ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് ഉറപ്പിച്ച് വായിച്ച് നോക്കണം. അപ്പോൾ മാത്രമേ ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ചോദ്യത്തിലൂടെ എന്താണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവത്തുള്ളൂ. ഇവിടെ നിസ്സാരമായിട്ട് കതിരിൽ വളം വയ്ക്കുക എന്ന പ്രയോഗത്തിൻ്റെ ആശയവുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വായിച്ച് നോക്കുമ്പോൾ ഇതാണ് ശരിയെന്ന് തോന്നും, പക്ഷേ അതായിരിക്കണമെന്നില്ല. സോ നന്നായിട്ട് ക്വസ്റ്റ്യൻ 1-2 പ്രാവശ്യം വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ എൻ്റെ മക്കൾ ആൻസർ എഴുതാവൂ കേട്ടോ. ഇവിടെ വരുന്ന ആൻസർ ഏതാണ്? നെൽക്കതിർ വരുമ്പോൾ വളം ചെയ്യുന്നതാണ് നല്ലത്. അതാണ് ആൻസർ വരുന്നത്. കാരണം കതിരിൽ വളം വയ്ക്കുക എന്ന പ്രയോഗത്തിൻ്റെ ആശയവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഒന്ന് നോക്കിയേ. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് ചെയ്താൽ പ്രയോജനമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? കതിരിൽ വളം വയ്ക്കുക എന്ന് പറയുന്ന അർത്ഥത്തോട് തന്നെ ചേർന്ന് നിൽക്കുന്നതാണ്. ഓക്കെ. ആവശ്യം കഴിയുമ്പോൾ പ്രവർത്തിച്ചിട്ട് ഫലമില്ലെന്ന് പറയുന്നതും കതിരിൽ വളം വയ്ക്കുക എന്ന പ്രയോഗത്തിൻ്റെ ആശയവുമായിട്ട് ബന്ധമുള്ളതാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്തും സ്ഥലത്തും ചെയ്തില്ലെങ്കിൽ ഫലമില്ല എന്ന് പറയുന്നത് ചുരുക്കി പറയുന്നതാണ് കതിരിൽ വളം വയ്ക്കുക എന്ന്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ. ബന്ധമില്ലാത്തത് കണ്ടെത്താൻ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചു നോക്കുക. ആൻസേഴ്സ് തന്നിരിക്കുന്ന ഓപ്ഷനും നന്നായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ ചിഹ്നം ചേർത്ത് എഴുതിയത് ഏത്? ഓപ്ഷൻ എ, മറിച്ചാണ് തിരുമനസ്സേ, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബീർബൽ പറഞ്ഞു. ഇതാണ് ആ ഒരു വാക്യമെന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ചിഹ്നമാണ്. ഏതൊക്കെ ചിഹ്നങ്ങളാണ് ഇവിടെ വരുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ മക്കളെ. ഞാനിതിൻ്റെ ആൻസർ ആദ്യമേ പറയാമേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആൻസർ മക്കളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ആ ഒരു സെൻറ്റൻസ് തുടങ്ങുന്നതിന് മുന്നേ, ആ ഒരു വാക്യം എഴുതി തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടൊരു കൊട്ടേഷൻ മാർക്ക്, അതായത് ഉദ്ധരണി ചിഹ്നമെന്ന് മലയാളത്തിൽ പറയും, കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് തുടങ്ങുന്നത്. മറിച്ചാണ് തിരുമനസ്സ് എന്നെഴുതിയിട്ട് കോമ കൊടുക്കുന്നു. എന്തിനാണ് അവിടെ കോമ കൊടുത്തിരിക്കുന്നത്? തിരുമനസ്സിനോട് പറയുകയാണ്, ബീർബൽ പറയുകയാണ്. അപ്പോൾ പറയാനുണ്ട്, പറഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ, അതുകൊണ്ട് കോമ കൊടുക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തറപ്പിച്ച് പറയുകയാണ്. പറഞ്ഞതിന് ശേഷം അവിടെ ഒരു ആശ്ചര്യ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. എന്താണ്? എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിഹ്നം കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഊന്നൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അതിന് ശേഷമാണ് ആ ഒരു ആദ്യം കൊടുത്ത കൊട്ടേഷൻ മാർക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ബീർബൽ പറഞ്ഞു. അതിനുശേഷം ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ ചിഹ്നങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ മക്കൾ ആ ചിഹ്നങ്ങളൊക്കെ, സിമ്പിൾസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നന്നായിട്ടൊന്ന് നോക്കിയതിന് ശേഷം വേണം ആൻസർ ഏതാണെന്ന് സെലക്ട് ചെയ്ത് ടിക്കിടാൻ. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെയും ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്ന ഓപ്ഷനൊന്നും വരത്തില്ല. ഓക്കെ, 9ാമത്തെ ചോദ്യം. വിചിത്രം എന്ന വാക്കിൻ്റെ അർത്ഥമായി വരാത്തത് ഏത്? ഓപ്ഷൻ എ, പ്രസിദ്ധം, ബി, പല നിറം, സി, മനോഹരം, ഡി, അത്ഭുതകരം. വിചിത്രം എന്ന വാക്കിൻ്റെ അർത്ഥമായിട്ട് വരാത്ത വാക്ക് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രസിദ്ധം എന്നുള്ള വാക്കാണ് ആൻസറായിട്ട് വരുന്നത്. വിചിത്രവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വാക്കാണ് പ്രസിദ്ധം. ഓക്കെ, കുറേ അധികം വാക്കുകളുടെ പകരം പദങ്ങളൊന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. നോക്കിയാൽ മാത്രം പോരാ, പലവരും വായിച്ച് ഓർമ്മയിലൊന്ന് സൂക്ഷിക്കുക, കാണാതെ പഠിച്ചൊക്കെ വെക്കുക. അധികം സ്ട്രെസ്സൊന്നും എടുക്കണ്ട. കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് വേർഡ്സിൻ്റെ പകരം പദങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. മക്കളുടെ പാഠപുസ്തകത്തിലെ പാഠഭാഗത്തു നിന്നുള്ള വാക്കുകളായിരിക്കും കൂടുതലായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അല്ലാതെയും ചോദിക്കാം, ടെൻഷൻ ആവണ്ട. കുറച്ച് വേർഡ്സൊക്കെ ഒന്ന് നോക്കി വെക്കുക. ടീച്ചർ തന്നിട്ടുള്ള പകരം പദങ്ങളൊക്കെ ഒന്ന് വീണ്ടും വീണ്ടും വായിച്ചുറപ്പിക്കുക. ഓക്കെ, നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ചോദ്യം, 1 മാർക്ക് ചോദ്യങ്ങളിലെ 10ാമത്തെ ചോദ്യം. കഥകളിയിൽ പച്ചവേഷത്തിൽ പെടാത്ത കഥാപാത്രം ഏത്? ഓപ്ഷൻ എ, ധർമ്മപുത്രൻ, ബി, ശ്രീകൃഷ്ണൻ, സി, നളൻ, ഡി, ദമയന്തി. ആൻസർ അറിയാമോ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ധർമ്മപുത്രൻ, ശ്രീകൃഷ്ണൻ, നളൻ, ഇത് 3ഉം കഥകളിയിലെ പച്ചവേഷത്തിൽ പെടുന്ന കഥാപാത്രങ്ങളാണ്. എന്നാൽ ദമയന്തി അങ്ങനെയല്ല. ഓക്കെ മക്കളെ, കഥകളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒന്നാണ് നളചരിതത്തിലെ ദമയന്തി. മിനുക്ക് വേഷമാണ് ദമയന്തിയുടേത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ.
സോ ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് 10 മക്കൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആണ്, 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി എക്സാമിന് 2 ദിവസം മാത്രമേ ഉള്ളൂ. 26-നാണ് ഈ വർഷത്തെ LSS എക്സാം. CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം എന്നാണ് ഇപ്രാവശ്യം തൊട്ടുള്ള പേര്. അപ്പോൾ എൻ്റെ എല്ലാ മക്കൾക്കും ബെസ്റ്റ് വിഷസ്. കുറച്ച് വിഷയങ്ങൾ കൂടി നമുക്ക് അതിനു മുമ്പ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.